എൻ്റെ കുട്ടിക്ക് കുഞ്ഞുണ്ണിമാഷ് വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ചു. വായിച്ചു പഠിച്ചാൽ വിളയുമെന്നും വായിക്കാതെ പഠിച്ചാൽ വളയുമെന്നും കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 15 നമ്മുടെ വ്യാര ചാനലില്, ഈ നുണ ചാനലിൽ വന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ ഇത്. ഇതിലും നമ്മുടെ ഗാന്ധിജി എവിടെ? ഗാന്ധിജി ഉണ്ടാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവേ, ആളുണ്ട്. ആ കണ്ണാടൊന്നും എടുത്തേ കൊണ്ട് കൊണ്ടാ. ഇവിടെ ഗാന്ധിജിനെ കാണാനല്ല ഇതില്. നമ്മളെ നമ്പ്യാര ചാനലിലെ കുറെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി പോരാടിയവരെ. അതിൽ നമ്മള് ഗാന്ധിജിനെ കാണാനല്ല. ഒന്ന് നോക്കട്ടെ. ഇതിലില്ലേ? കാണുന്നില്ലല്ലോ. കണ്ണാട വെച്ചിട്ടും കാണുന്നില്ല കേട്ടാ. ഇതേതുണ്ടോ ഈ ടീം? ഓഗസ്റ്റ് 15 മഹാത്മാഗാന്ധിക്ക് റീത്ത വെക്കുക. കൊള്ളാലോ. ഇതേതാണ് ഈ തേമാന ടീം? ഹൈ ഷോ, ഉമ്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. വിദ്യാഭ്യാസത്തിന്റെ കുറവാ. ഏത് ഹോ, ഇവരിലൊക്കെ ഉണ്ടാവുന്ന കുട്ടികളെ, മക്കളൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാ. ഇവർ വീട്ടിൽ ജീവിക്കുന്ന ആ സഹോദരിമാര്, മറ്റുള്ള അംഗങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാ. ഇവരുടെയൊക്കെ തലച്ചോറുണ്ടല്ലോ, ഭയങ്കര സംഘർഷമായിരിക്കും. മനസ്സൊക്കെ വളരെ ചുരുങ്ങിയ മനസ്സ്, വിശാലമായിട്ട് ചിന്തിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ലേ. മറ്റുള്ളവർ നല്ല ഭക്ഷണം കഴിക്കണുണ്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര അസഹിഷ്ണുത. പിന്നെ നല്ല വസ്ത്രം ധരിക്കണുണ്ട് കഴിഞ്ഞാൽ, കുറച്ച് നല്ല സുഹൃത്തുക്കൾ സന്തോഷമായൊരു ഭാഗത്തിരുന്ന് സംസാരിച്ച് ചിരിക്കണത് കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്കൊക്കെ നേരായിക്കൂടെ ചങ്ങായിമാരെ? നിങ്ങൾ ഹൈന്ദവനോ ക്രൈസ്തവനോ മുസൽമാനോ മതമുള്ളവനോ മതമില്ലാത്തവനോ എല്ലാവരായിട്ടുണ്ട് കൂടെ കൂടറോ. പിന്നെ ചോനും ചിലക്ക് പണിക്ക് പോയാൽ മതി. ഈ വിഷം തന്നെ ഇങ്ങനെ മനസ്സിലും തലയിലും കയറ്റി നടക്കണ്ട. നീയൊക്കെ ഇനി എത്ര ഗാന്ധിജിയെ ചെറുതാക്കാൻ ശ്രമിച്ചാലും മയച്ചു കളയാൻ ശ്രമിച്ചാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമല്ല. മഹാത്മാഗാന്ധിജിയുടെ മഹാത്മകഥകൾ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ, ഈ രാജ്യത്തിന് വേണ്ടി, ഈ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുമായി പോരാടി മരിച്ചവരുടെ പിൻതലമുറക്കാരായ അനേകായിരമല്ല കോടിക്കണക്കിന് പിൻതലമുറക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോഴേ നേരാവണമെങ്കിൽ കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞ പോലെ നന്നായിട്ട് വായിക്കുക. അപ്പോണ്ട്